വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ എല്ലാവരും നല്ല എനർജിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അല്ലെ, എക്സാം വരാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെന്തോ ഒരു വഴി. അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കോണ്ടന്റ് വീഡിയോസിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ലൈവുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. സൈലത്തിന്റെ സ്റ്റഡി പ്ലാനിന്റെ കൂടെ അല്ലെ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് സയൻസിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ സോഴ്സ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ള പാഠഭാഗം കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവില്ലേ? ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അല്ലെ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത്. എന്നാലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാണ് മിസ് വന്നിരിക്കുന്നത്. സോ ഇന്ധനങ്ങൾ എന്നുള്ള ഒരു ഭാഗവുമായിട്ടാണ് മിസ് വന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഫ്യൂവൽ എന്ന് പറയും അല്ലേ. അപ്പൊ എന്താണ് മക്കളെ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അല്ലെ നമുക്കെല്ലാം അറിയായിരിക്കും, പക്ഷെ അത് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പം തെറ്റിപ്പോവാറുണ്ട്. സോ മനസ്സിലാക്കുക, ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസ് that generate heat when burned. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ധനങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ കത്തണം അല്ലെ. ആ കത്തുന്ന സമയത്ത് താപം പുറത്തു വിടണം. ആ എനർജി ഉപയോഗിച്ചിട്ട് അല്ലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവയെ നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയും. മെനി മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ ആൻഡ് കോൾ ആർ ഫ്യൂവൽസ്. ഏതൊക്കെയാണ്? വിറകിന് അല്ലെ, പെട്രോളിന്, LPG, കൽക്കരി, അങ്ങനെ ധാരാളം വസ്തുക്കളെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്ധനങ്ങളാവുന്ന സമയത്ത് എന്താണ്? അവർ കത്തണം. അതേപോലെ തന്നെ എന്താണ്? കത്തിയാൽ മാത്രം പോരാ അല്ലെ, താപം പുറത്തു വിടുകയും ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ധനങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് പല രീതിയിൽ ഇന്ധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ക്രൂഡ് ഓയിൽ ഇരിപ്പുണ്ട് അല്ലെ. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്ധനങ്ങളിൽ തന്നെ അല്ലെ പ്രധാനപ്പെട്ട മറ്റൊരാളാണ്. അപ്പൊ ഈ ക്രൂഡ് ഓയിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ നമുക്ക് കിട്ടുക പെട്രോളിയം എന്ന് നമുക്ക് പറയാം അല്ലെ. എന്താണ് പെട്രോളിയം? അപ്പൊ ഈ പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഇന്ധനങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പൊ പെട്രോളിയം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫോസിൽ ഇന്ധനമാണ് അല്ലെ. എന്ത് ഇന്ധനമാണ്? ഫോസിൽ ഇന്ധനം. അപ്പൊ ഫോസിൽ ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മണ്ണിൻ്റെ അടിയിൽ അല്ലെ വർഷങ്ങളോളം കിടന്നിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഫോസിൽ ഇന്ധനം രൂപപ്പെടുന്നത്. അപ്പൊ ക്രൂഡ് ഓയിൽ എന്നുള്ള ഫോസിൽ ഇന്ധനത്തിൽ നിന്ന് മറ്റേതൊക്കെ ഇന്ധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അപ്പൊ അതായത് ശുദ്ധീകരണശാലയിലേക്ക് പോവുമല്ലോ, അതായത് എണ്ണ ശുദ്ധീകരണശാലയിലേക്ക്. അവിടെ വെച്ചിട്ട് അല്ലെ ഈ ക്രൂഡ് ഓയിലിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അത് വ്യത്യസ്ത തരത്തിലുള്ള ഇന്ധനങ്ങളായിട്ട് മാറും. അപ്പൊ ഏതാണെന്ന് പൊതുവെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ബിറ്റുമിനും നാഫ്തയും പാരഫിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്, പെട്രോൾ കറക്റ്റ് ആണ് അല്ലെ. ഡീസൽ. ഇപ്പൊ പെട്രോൾ ഉണ്ട്, ബിറ്റുമിൻ ഉണ്ട്, ഡീസൽ ഉണ്ട്. പിന്നെ ഏതാണ്? മണ്ണെണ്ണ. വെരി ഗുഡ്, മണ്ണെണ്ണയുണ്ട് അല്ലെ. അപ്പൊ പെട്രോളായി നമുക്ക്, ബിറ്റുമിനായി, ഡീസലായി, നാഫ്തയായി, മണ്ണെണ്ണയായി, LPG അല്ലെ. LPG നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? വാക്സ് അല്ലെ. ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട്? ക്രൂഡ് ഓയിലിനെ ശുദ്ധീകരിക്കുന്ന സമയത്ത് കിട്ടുന്ന വ്യത്യസ്ത തരം ഇന്ധനങ്ങളാണ്. അപ്പൊ ഇന്ധനങ്ങൾ എന്താണെന്ന് പഠിച്ചു, ഫോസിൽ ഇന്ധനം എന്താണെന്ന് പഠിച്ചു, ക്രൂഡ് ഓയിലിനെ അല്ലെ ശുദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മറ്റ് ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതുപോലത്തെ വ്യത്യസ്ത ടോപ്പിക്കുകൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് സൈലത്തിന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടാവുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, സീ യു.